ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അംബികയാണ്. അംബിക സരസ്വതി തമ്പുരാട്ടിക്കുള്ള ജ്യൂസുമായിട്ട് തമ്പുരാട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അല്ല, എന്താ അംബിക ഈ സമയത്ത് ഒരു ജ്യൂസൊക്കെ ആയിട്ടെന്ന് തമ്പുരാട്ടി ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണെന്ന് അംബിക പറയുന്നു. ഇത് മധുരം വിട്ടാ വെള്ളമല്ലേ, ഇതേ വൈറ്റ് പോയിസൺ ആണെന്നാ പറയുന്നത്. എന്താണെങ്കിലും എനിക്ക് വേണ്ട ഈ പഞ്ചാര വെള്ളം. പിന്നെ അംബികയ്ക്ക് എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ ചോദിക്കാനുള്ളത്, അങ്ങ് ചോദിച്ചോ. അല്ലമ്മേ, ഇപ്പോൾ ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് സൂര്യമംഗലത്തേക്ക് പോകുന്നത് എന്തിനാ? പിള്ളേരോ? ഏത് പിള്ളേരെന്ന് സരസ്വതി തമ്പുരാട്ടി ചോദിക്കുമ്പോൾ അത് പിന്നെ രാജുവും ഹൃതികയും. ഇത് കേൾക്കുന്ന തമ്പുരാട്ടി ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ കൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോകും, അതിന് നിനക്കെന്താ? നീയേ വളരെ നന്നായി സൂത്രങ്ങൾ മെനയുന്ന ഒരു പെൺചെന്നായാന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. നിന്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. പിന്നെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ യാമിനിയോട് ചോദിച്ചോളാം. നിന്റെ സഹതാപമൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൾച്ചറല്ല എൻ്റെ കൾച്ചർ. അല്ലമ്മേ, ഞാനൊരു ജ്യൂസ് കൊണ്ടുവന്നതിന് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അംബിക ചോദിക്കുമ്പോൾ മിണ്ടാതെ എൻ്റെ മുന്നിൽ നിന്നും പൊയ്ക്കൊള്ളാൻ ദേഷ്യത്തോടെ പറയുകയാണ് സരസ്വതി. പിന്നീട് കാണിക്കുന്നത് രാജുവും ഋതികയും കൂടി പ്രതാപിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. അമ്മേ, അവർ വന്നിട്ടുണ്ടെന്ന് ദീപക് പറയുമ്പോൾ വരുന്നവർ വരട്ടെ എന്നും അവരുടെ വായിരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി എനിക്ക് വയ്യ ആരുടെയും വായിലുള്ളത് കേൾക്കാൻ എന്ന് പറഞ്ഞ് അംബിക ദീപക്കിനോട് ദേഷ്യപ്പെടുകയാണ്. അതേസമയം യാമിനിയും ശേഖരനും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. യാമിനി ശേഖരനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഋതിക, മോളെ, അമ്മാമ്മ ഇപ്പം റെഡിയായിട്ട് വരും. രണ്ടുപേരും ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്, പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞ് യാമിനി രാജുവിനെ ഋതികയും പൂജാമുറിയിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ പൂജാമുറിയിൽ നിന്നും രാജുവും ഋതികയും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പുറകിൽ വന്ന് നിന്ന് മറഞ്ഞു നോക്കുകയാണ് ദീപക്. തുടർന്ന് ഋതിക രാജുവിനോട് ചോദിക്കുകയാണ്, അല്ല രാജു, രാജു എന്തുവാ മിണ്ടാതെ നിന്ന് പ്രാർത്ഥിച്ചത്? അത് പിന്നെ മേഡം, നമ്മളിപ്പോൾ തറവാട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ അവിടെ വെച്ച് മറ്റൊരു കാര്യം അമ്മാമ്മ നമ്മളോട് നിർബന്ധിക്കരുത് എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. എന്ത് കാര്യമെന്ന് ഋതിക ചോദിക്കുമ്പോൾ അത് പിന്നെ മേഡം, കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം. ദാഹശമനി എന്ന് രാജു പറയുമ്പോൾ ദാഹശമനിയല്ല, ശാന്തി മുഹൂർത്തമാണെന്ന് ഋതിക പറയുന്നു. അത് പിന്നെ രാജു, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു കാണുമെന്നായിരിക്കും അമ്മമ്മ വിചാരിക്കുന്നത്. അങ്ങനെയാണോ? എങ്കിൽ അതൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അമ്മാമ്മയോട് പറയണമെന്ന് രാജു പറയുന്നു. അങ്ങനെ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മറഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്ന ദീപകിനെ കാണുന്നത്. നീ എന്താ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നോ എന്ന് ഋതിക ചോദിക്കുമ്പോൾ ഞാനെന്തിനാ ഒളിച്ചു നിൽക്കുന്നതെന്ന് ദീപക് ചോദിക്കുന്നു. മറ്റുള്ളവർ പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കണമായിരുന്നല്ലോ പണ്ടേ നിന്റെ ഹോബി. ബെഡ്റൂമിൽ ഒളിഞ്ഞു നോട്ടം, വാഷ്റൂമിൽ ഒളിഞ്ഞു നോട്ടം, അങ്ങനെ. ഇത് കേൾക്കുന്ന ദീപക് ദേഷ്യത്തോടെ ഋതികയെ തല്ലാനായി കൈ ഒങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ രാജു ദീപകിന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ദീപകിന്റെ കൈ തടഞ്ഞു നിർത്തുന്നു. വേണ്ടളിയ, അത് വേണ്ട. അളിയൻ കൈ ചൂണ്ടിയാലേ ആ കൈ അങ്ങ് ഞാൻ ഇങ്ങെടുക്കും. തുടർന്ന് ദീപക് ദേഷ്യത്തോടെ അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ ഋതിക പറയുകയാണ്, അല്ല, നീ എന്തിനാ ഒളിഞ്ഞു നിന്നിതെല്ലാം കേട്ടതെന്ന് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. അത് പിന്നെ നിങ്ങളുടെ യാത്ര സുഗമമായിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാന്ന് ദീപക് പറയുന്നു. ഞങ്ങൾ പോകുന്നതിന്റെ പിന്നാലെ എന്തെങ്കിലും തരികിട പരിപാടിയായിട്ട് വന്നാലേ നീ പിന്നെ കുറെ കാലം ഇഴഞ്ഞു നടക്കേണ്ടി വരും. കേട്ടോടാളിയ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ രാജു ഋതികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ദീപക് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പോ ഇവർ രണ്ട് ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് സരസ്വതി എല്ലാവരോടും യാത്ര പറയുന്നതാണ്. അതേസമയം അംബിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അമ്മ പോയിട്ട് വാ. അല്ല, അമ്മ ഇനി എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അംബിക ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വരുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സരസ്വതി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് യാമിനിയും ശേഖരനും രാജുവും ഋതികയും. അമ്മേ, ഞാനവരെ ഫോളോ ചെയ്ത് പോകട്ടെ എന്ന് ദീപക് ചോദിക്കുമ്പോൾ വേണ്ടെന്നും സമയമാകുമ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ അവർ പോകുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും അംബിക പറയുന്നു. ഇത് കാണിക്കുന്നത് രാജുവും ഋതികയും സരസ്വതി തമ്പുരാട്ടിയും സൂര്യമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് തമ്പുരാട്ടിയെ ആരതി വീഴാൻ പോകുമ്പോൾ തമ്പുരാട്ടി പറയുകയാണ്, എന്നെയല്ല ആരതി വീഴേണ്ടത്, ഈ തറവാടിന്റെ അനന്തരാവകാശികൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. തുടർന്ന് രാജുവിനെ ഋതികയും പുറത്തേക്ക് വിളിക്കുകയാണ്. സരസ്വതി, യുവരാജകുമാരനും യുവരാജകുമാരിക്കും ആരതി വീഴിയാൻ അവിടെയുള്ള ഒരാള് ജോലിക്കാരികളോട് പറയുന്നു. തുടർന്ന് രാജുവിനെ എത്തിക്കുകയും ആരതി ഒഴിഞ്ഞ് ഹാരങ്ങൾ ചാർത്തി കുങ്കുമം തൊട്ട് അകത്തേക്ക് സ്വീകരിക്കുകയാണ് അവിടുത്തെ കാര്യസ്ഥൻ. തുടർന്ന് മുത്തശ്ശന്റെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്ന് സരസ്വതി പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ മുത്തശ്ശൻ മഹാദേവവർമ്മ. രണ്ടുപേരും പിതൃക്കന്മാരെ പ്രാർത്ഥിച്ചോളാനും സരസ്വതി പറയുന്നു. രാജു പ്രാർത്ഥിക്കുകയാണ്, ബഹുമാനപ്പെട്ട മുത്തശ്ശ, ഞാൻ ഈ തമ്പുരാട്ടിയെ തട്ടിയെടുത്തതൊന്നുമല്ല. അങ്ങേക്ക് എല്ലാം അറിയായിരിക്കുമല്ലോ. എന്തെങ്കിലും അവിവേകം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണേ എന്നും രാജു പറയുന്നു. തുടർന്ന് മുത്തശ്ശന്റെ ചിത്രത്തിന് പൂക്കൾ അർപ്പിച്ചതിനു ശേഷം രാജു ചോദിക്കുകയാണ്, അല്ല അമ്മാമ്മേ, അമ്മാമ്മ കൽക്കട്ടയിലായിരുന്ന സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആര് നോക്കുമായിരുന്നു? ഇവിടെ കറപ്ഷനുള്ള ജോലിക്കാര് ഒന്നുമില്ല രാജു. കാര്യസ്ഥൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ നോക്കുകയും എൻ്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായി പണമിടുകയും ചെയ്യുമായിരുന്നു. അതേസമയം തമ്പുരാട്ടിയെ കാണാനായി അക്കൗണ്ടന്റ് വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.